നമസ്കാരം. രണ്ടാഴ്ചക്കിടെ 2 കപ്പലപകടം. രണ്ടും തീപിടിച്ചത് കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ. കത്തിയത് പുറം കടലിലാണെങ്കിലും അതിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ മുഴുവനായും അനുഭവിക്കേണ്ടവർ നമ്മൾ. 2 ആഴ്ച മുന്നേ മുങ്ങിയ MSC എൽസ കപ്പലിലെ കണ്ടെയ്നറുകൾ ഉണ്ടാക്കിയ അപകടത്തിന്റെ വ്യാപ്തിയും അതിന്റെ കാരണവും അതിന്റെ പ്രത്യാഘാതങ്ങളും ഇപ്പോഴും അവ്യക്തം. അതിനിടെയാണ് രണ്ടാമത്തെ കപ്പലും കത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കപ്പലിനേക്കാൾ കൂടുതൽ അപകടം ഈ കപ്പലിൽ അടുക്കി വെച്ചിട്ടുണ്ടത്രേ. ചരക്കു കപ്പൽ തുറമുഖത്തെത്തിയാൽ ചരക്കിറക്കാനും തിരിച്ചുവിടാനുമുള്ള സംവിധാനത്തിനപ്പുറം കത്തിയാൽ കെടുത്താനോ കടലിൽ കലരുന്ന അപകടങ്ങളെ ഇല്ലാതാക്കാനോ നമുക്ക് കാര്യമായ ഐഡിയ ഇല്ല എന്ന് ഈ 2 അപകടങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിലായി ബേപ്പൂരിനടുത്ത് കത്തിയമരാൻ പോകുന്ന കപ്പലിന്റെ വിവരങ്ങളിലേക്കും അപകടത്തിന്റെ പുതിയ വിശദാംശങ്ങളിലേക്കുമാണ് ന്യൂസ് ഡീകോഡ് വിശദമായി വരുന്നത്. ചൈനീസ് ചരക്കു കപ്പലാണ് കത്തിയത്. അത് പക്ഷേ സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണ്. NV വാൻ ഹായ് എന്നാണ് കപ്പലിന്റെ പേര്. NV വാൻ ഹായ് 503 എന്ന വിളിപ്പേരുള്ള കപ്പലാണ് ഇപ്പോഴും കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അപകടത്തിൽ പൊള്ളലേറ്റത് 6 പേർക്കാണ്. മൊത്തം 22 പേരായിരുന്നു കപ്പലിനകത്ത് ഈ തീപിടിക്കുന്ന സമയത്ത്, പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്ത് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 പേരൊഴിച്ച് എല്ലാവരും കടലിലേക്ക് എടുത്തു ചാടി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ കടലിലേക്ക് എടുത്തു ചാടിയ 18 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 4 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 18 പേരെ രക്ഷപ്പെടുത്തി നിലവിൽ മംഗലാപുരത്ത് എത്തിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. അവർക്ക് കാര്യമായ പൊള്ളലേറ്റിട്ടുണ്ട്. 12 പേർക്ക്, 4 പേർക്ക് നിസ്സാരമായ പൊള്ളലാണുള്ളത്. ബാക്കി 12 പേർക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ല. അതാണ് ഈ ആളപായുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇനി 4 പേരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ കപ്പലിനകത്തായിരുന്നോ ഈ അപകടം സമയത്ത് ഉണ്ടായിരുന്നത്, അതോ കടലിലേക്ക് എടുത്തു ചാടിയപ്പോൾ കാണാതായതാണോ? ഇത് സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. നിലവിൽ കോസ്റ്റ് ഗാർഡും ഒപ്പം നാവികസേനയും ചേർന്നുള്ള തെരച്ചിൽ രക്ഷാപ്രവർത്തനം അവിടെ നടത്തുന്നുണ്ട്. ആ കാണാതായ 4 പേരെ കിട്ടിയതായുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വരുന്നില്ല. 15 ഡിഗ്രി വരെ കപ്പൽ ചരിഞ്ഞു എന്ന് വെച്ചാൽ MSC എൽസ കപ്പലിന്റെ വിധി തന്നെയാണോ ഈ വാൻ ഹായ് കപ്പലിനെയും കാത്തിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോഴുള്ളത്. MSC എൽസ കത്തിയമർന്നതിന് പിന്നാലെ വേഗത്തിൽ മുങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഏകദേശം 30 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷെ ഇപ്പോഴും കപ്പൽ പൂർണ്ണമായി മുങ്ങിയിട്ടില്ല. 15 ഡിഗ്രി വരെ ചരിഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു ഭാഗത്തെ കണ്ടെയ്നറുകൾ മുഴുവൻ കത്തിത്തീർന്നാൽ സ്വാഭാവികമായും ഒരു ഭാഗത്ത് ഭാരം കൂടും, ഒരു ഭാഗത്ത് ഭാരം കുറയും. ഭാരം കുറയുന്ന ഭാഗത്തേക്കാണ് കപ്പൽ ചരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 15 ഡിഗ്രി ഇപ്പോൾ ചരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ MSC എൽസയുടെ വിധി തന്നെയാണോ ഈ വാൻ ഹായിയെയും കാത്തിരിക്കുന്നത് എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഈ കപ്പലിൽ എത്ര കണ്ടെയ്നറുകളുണ്ട്, ആ കണ്ടെയ്നറുകൾക്കകത്ത് എന്തൊക്കെയാണുള്ളത് എന്നതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് വരേണ്ടത്. ആകെ 650 കണ്ടെയ്നറുകളാണ് ഈ വാൻ ഹായ് 503 എന്ന കപ്പലിലുള്ളത്. 25 എണ്ണം നിലവിൽ കടലിൽ പതിച്ചിട്ടുണ്ട്. ഈ 25 എണ്ണം കേരള തീരത്തടിയാൻ 70% സാധ്യത കേരള തീരത്തടിയാനാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും മുന്നറിയിപ്പും. 25 എണ്ണം കടലിൽ പതിച്ചതായുള്ള വിവരങ്ങൾ ഈ സമയം പുറത്തു വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ 3-4 മണിക്കൂർ മുമ്പെയുള്ള വിവരങ്ങളാണ്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ടാകുമോ? ഈ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ തന്നെ കേരള തീരം ലക്ഷ്യമാക്കിയാണോ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇനി കണ്ടെയ്നറുകൾക്കകത്തുള്ള കണ്ടന്റുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ കണ്ടെയ്നറുകൾ ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത്? 2000 ടൺ ഫ്യൂവൽ ഓയിലുണ്ട്, ഇന്ധനമുണ്ട്, പെട്രോളിയം ഇന്ധനം അതിനകത്തുണ്ട് 2000 ടൺ. 240 ടൺ ഡീസലുമുണ്ട്. സ്വാഭാവികമായും ഇത്രയും എണ്ണ കടലിൽ പരന്നു കഴിഞ്ഞാൽ അത് എത്രമേൽ വലിയ പ്രത്യാഘാതവും എത്രമേൽ വലിയ പ്രഹരവും ഈ കടൽ ജീവജാലങ്ങൾക്കുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ ഉത്തരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശരി, ഇനി മറ്റെന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാം. ബൈപെറിഡിലിയം ഇനി പറയാൻ പോകുന്നത് കൊടും വിഷാംശങ്ങളാണ്. ഈ എണ്ണ കഴിഞ്ഞാൽ മറ്റു കൂടുതൽ കണ്ടെയ്നറുകൾക്കകത്തുള്ളത് കൊടിയ വിഷപദാർത്ഥങ്ങളും ഖര വസ്തുക്കളുമാണ് എന്നുള്ളതാണ്. കൂടുതലും കീടനാശിനികളാണ്. ഈ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികളാണ് എണ്ണ കഴിഞ്ഞാൽ പിന്നെ കൂടുതലായും ഈ കപ്പലിലുള്ളത്. അതെല്ലാം ഒരു മനുഷ്യനും ഒപ്പം ജീവജാലങ്ങൾക്കും വലിയ ദോഷവും വലിയ പരിക്കുമുണ്ടാക്കാൻ കെൽപ്പുള്ളവയാണ്. അതിലേറ്റവും പ്രധാനം ഈ ബൈപെറിഡിലിയമാണ്. മരണത്തിന് മില്ലിഗ്രാം മതി. ശ്വാസകോശമടക്കം തകരും. 2 മണിക്കൂറിനുള്ളിൽ വിദഗ്ധ ചികിത്സയില്ലെങ്കിൽ മരണം ഉറപ്പാണ്. അങ്ങനെയുള്ള ബൈപെറിഡിലിയം
1,83,200 ലിറ്റർ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. നിരോധിക്കപ്പെട്ട വിഷവസ്തുവാണ് എന്നുകൂടി അറിയണം. അപ്പോൾ ഈ ബൈപെറിഡിലിയം എത്ര കണ്ടെയ്നറുകൾക്കകത്തുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. ഇതിന് ഉത്തരം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ശരി, ഇനി എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷപദാർത്ഥം അതിനുള്ളത് ഈഥൈൽ ക്ലോറോഫോർമേറ്റ് ആണ്. ഈഥൈൽ ക്ലോറോഫോർമേറ്റ് 27,786 കിലോ ഉണ്ട്. ഇതൊരു ഖര വിഷാംശമാണ്. അത് ശ്വസിച്ചാൽ തന്നെ ശ്വാസകോശം നശിക്കുമെന്ന് ഈ ആരോഗ്യ മേഖലയുള്ളവർ പറയുന്നു. പൂർണ്ണമായും PPE ധരിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ്. കീടനാശിനിയാണ്, തീപിടിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി ഇത്തരം ഖര വസ്തുക്കൾക്ക് തന്നെയാണോ തീപിടിച്ചത് എന്നിപ്പോൾ വ്യക്തതയില്ല. എന്തായാലും രണ്ടാമത്തെ അപകടകാരിയായ കണ്ടന്റ് ഈഥൈൽ ക്ലോറോഫോർമേറ്റ് ആണ്. ഇനിയുള്ളത് ഡൈമീഥൈൽ സൾഫേറ്റ്, ക്ലോറോ അനിലീൻ, ബെൻസോഫിനോൺ. ഇവയെല്ലാം പറഞ്ഞതല്ല, ഈ 3 സംഗതികളും കീടനാശിനിയാണ്, പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളാണ്. അതിൽ ക്ലോറോ അനിലീൻ ശ്വാസകോശം, കരൾ, വൃക്ക എന്നിവ തകർക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. ക്യാൻസറിന് സാധ്യതയുണ്ട് എന്ന് പഠനത്തിൽ തെളിഞ്ഞതാണ്. ഇനി ബെൻസോഫിനോന്റെ കാര്യത്തിലേക്ക് വന്നാൽ ജലജീവികൾക്ക് കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒന്നാണത്. മണ്ണിനെ ബാധിക്കാൻ ശേഷിയുള്ളതാണ്. ഇനി ഡൈമീഥൈൽ സൾഫേറ്റിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ക്ലാസ് 6.1 വരുന്ന കീടനാശിനിയാണ്. കൊടിയ വിഷവസ്തുവാണ്. കണ്ണ്, ത്വക്ക്, ശ്വാസകോശം എന്നിവയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ഒന്നാണ്. അധികം ശരീരത്തിലായാൽ മരണം ഉറപ്പാണെന്ന് ആരോഗ്യ മേഖലയുള്ളവർ പറയുന്നു. എന്തായാലും ഈ ഡൈമീഥൈൽ സൾഫേറ്റും ഒപ്പം ബെൻസോഫിനോണും ക്ലോറോ അനിലീനും ഒക്കെ ഇതൊക്കെ മനുഷ്യ ശരീരത്തിനും ജീവജാലങ്ങൾക്കുമൊക്കെ കൊടിയ പരിക്കും കൊടിയ ദോഷവും ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ തീപിടിക്കാവുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോസീവായ വസ്തുക്കളും കൂടിയാണ്. അപ്പോൾ ഇത്തരം വസ്തുക്കൾ നിറച്ച കണ്ടെയ്നറുകൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ തീപിടിച്ചിട്ടുണ്ടാവുക. ഇനി ഇങ്ങനെ ഖരവസ്തുക്കൾ, ഇങ്ങനെ കൊടി വിഷാംശമുള്ള എക്സ്പ്ലോസീവ് അടങ്ങിയ കണ്ടെയ്നറുകൾ എത്രയെണ്ണം നിലവിൽ കത്തി നശിച്ചിട്ടുണ്ട്? ഇനിയും കത്താതെ കിടക്കുന്ന ഇത്തരം കണ്ടെയ്നറുകൾ ഉണ്ടാകുമോ? ഇനിയിപ്പോൾ കടലിലേക്ക് പതിച്ച 25 കണ്ടെയ്നറുകളിൽ ഇത്തരം വിഷാംശങ്ങളായിരിക്കുമോ ഉണ്ടാവുക? അത് തന്നെ കടലിൽ കലർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം? ഇതൊക്കെ വലിയ ആശങ്കയേറ്റുന്ന കാര്യങ്ങളാണ്. തീപിടിക്കാവുന്ന ദ്രാവകങ്ങൾ അതിനകത്ത് 40 കണ്ടെയ്നറുകളിലുണ്ട്. തീപിടിക്കാവുന്ന ദ്രാവകങ്ങളാണ്. ഈ ദ്രാവകങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾക്കാണോ നിലവിൽ തീപിടിച്ചത് എന്ന് നമുക്കറിയില്ല. അതോ ഈ കടലിലേക്ക് പതിച്ച കണ്ടെയ്നറുകളിൽ ഈ ദ്രാവകങ്ങളുണ്ടോ എന്നതും വ്യക്തമല്ല. ശരി, തീപിടിക്കുന്ന ഖരവസ്തുക്കൾ 18 കണ്ടെയ്നറുകളിലുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, പേരുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം തീപിടിക്കാവുന്ന എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഖരവസ്തുക്കൾ 18 കണ്ടെയ്നറുകളിലുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 650 കണ്ടെയ്നറുകളാണ് കപ്പലിനകത്ത് ആകെയുള്ളത്. അപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ കണ്ടെയ്നറുകൾക്കകത്ത് കൂടുതലായി ഉള്ളത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്, പിന്നീടുള്ളത് ഡീസലാണ്, പിന്നെ നമ്മൾ നേരത്തെ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ കീടനാശിനി, അതായത് മണ്ണിൽ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന കൊടിയ വിഷാംശമുള്ള കീടനാശിനികളാണ്. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ കടലിൽ പതിച്ചു കഴിഞ്ഞാൽ, കടൽ ജലത്തിൽ കലർന്നു കഴിഞ്ഞാൽ കടലിലെ ജീവജാലങ്ങൾക്ക് അത് എത്രമേൽ പരിക്കേൽപ്പിക്കും, എത്രമേൽ ആഘാതമുണ്ടാക്കും എന്ന ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോഴും ഉത്തരമില്ല. 2 ആഴ്ചയ്ക്ക് മുമ്പേ മുങ്ങിയ MSC എൽസ കപ്പലിൽ ഉണ്ടായിരുന്ന വെച്ചാൽ കടലിൽ കടരാത്ത അതിലെ കണ്ടെയ്നറുകൾക്ക് അകത്തുള്ള വിഷവസ്തുക്കൾ എത്രമേൽ നമുക്ക് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ തന്നെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ട് അതിൽ തന്നെ പരിശോധനയും അന്വേഷണവും നടക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് 2ാമത്തെ കപ്പൽ മുങ്ങിയിരിക്കുന്നത്. 2ാമത്തെ കപ്പലിലും പരിസ്ഥിതിക്ക് വലിയ തോതിൽ ഹാനികരമാകുന്ന വസ്തുക്കളാണുള്ളത് എന്ന വിവരങ്ങളാണ് വരുന്നത്. ഇനി ഞങ്ങളുടെ പ്രതിനിധി ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷിജോ നൽകേണ്ട വിവരങ്ങൾ ഈ കപ്പലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. കാരണം ഒരു 15 ഡിഗ്രി വരെ ചെരിഞ്ഞിട്ടുണ്ട്. ഈ MSC എൽസയുടെ വിധി തന്നെയാണോ ഇതിനെയും കാത്തിരിക്കുന്നത് ചോദ്യമുണ്ട്. ഇപ്പോൾ ഏകദേശം 25 മണിക്കൂർ പിന്നിടുകയാണ് ഈ തീ അണക്കാനുള്ള ദൗത്യവും രക്ഷാപ്രവർത്തനവും. അതിൻ്റെ പുരോഗതി എങ്ങനെയാണ്? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷിജു? ആഴക്കടലിൽ തീപിടിച്ച വാൻഹായി 503 കപ്പലിലെ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കടലോളം ആശങ്ക ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്. പലതവണ കപ്പലിൽ നിന്ന് ഉഗ്രസ്ഫോടനത്തോടുകൂടി തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ
പൂർണ്ണമായിട്ട് ഫലം കാണുന്നുമില്ല. കൂടുതൽ സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തീപിടുത്തമുണ്ടായ വാൻഹായി 503 കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ മറ്റ് കപ്പലുകൾക്ക് വാൻഹായി 503 കപ്പലിന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. കാരണം ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ നിന്ന് കൂടുതൽ സ്ഫോടനത്തോടുകൂടി തീപിടുത്തം പുറത്തേക്കും വ്യാപിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് തീ ഇപ്പോഴും 30 മണിക്കൂർ കഴിഞ്ഞിട്ടും തീ അണയ്ക്കാൻ കഴിയാത്ത സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കപ്പൽ 15 ഡിഗ്രിയോളം ചെരിയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കപ്പൽ കടലിൽ മുങ്ങിത്താഴാതെ ഇതിനെ നേരെ തന്നെ നിലനിർത്തുക എന്നുള്ളതും ഈ കപ്പലിൽ ഉണ്ടായിട്ടുള്ള തീ പൂർണ്ണമായിട്ട് അണയ്ക്കുക എന്നുള്ളതുമാണ്. പക്ഷേ അതപ്പോഴും വലിയ വെല്ലുവിളിയായി കോസ്റ്റ് ഗാർഡിനും നാവികസേനയ്ക്കും മുമ്പിലുണ്ട്. 5ലധികം കപ്പലുകൾ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും 5ലധികം കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വാൻഹായി 503 കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അങ്ങനെ ഈ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഈ കപ്പലിൽ ഏതാണ്ട് 600ലധികം കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകളിൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കപ്പലിലുള്ളത്. തനിയെ തീ പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ദ്രവ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഈ കപ്പലിലുണ്ട്. അതുപോലെ മറ്റ് പലതരത്തിലുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഈ കണ്ടെയ്നറുകൾക്കുള്ളിലുണ്ട്. നിലവിൽ ഏതാണ്ട് 25ലധികം കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിവരം. അത് പ്രകാരം ഈ കണ്ടെയ്നറുകൾ തെക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇത് കേരളത്തിന്റെ പല തീരങ്ങളിലേക്ക്, കൊച്ചി, കോഴിക്കോട് തീരങ്ങളിലേക്ക് അടിയാനുള്ള ഒരു സാധ്യതയാണ് അധികൃതർ കാണുന്നത്. അങ്ങനെ ഈ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ കേരളത്തിന്റെ കൊച്ചി, കോഴിക്കോട് തീരങ്ങളിലേക്ക് വന്നാൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് ജാഗ്രത പാലിക്കണം. കടലിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള വസ്തുക്കൾ കണ്ടാൽ അതിൻ്റെ അടുത്തേക്ക് പോവുകയോ അതിൽ തൊടുകയോ ഒന്നും തന്നെ ചെയ്യരുത്. അത് കൃത്യമായിട്ട് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണം. ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കാൻ തരത്തിൽ കഴിയുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കണ്ടെയ്നറിന്റെ ഉള്ളിലുള്ളത്. അത് കടലിനകത്തായാലും മറ്റ് ഭൂമിയിലേക്കായാലും വലിയ തരത്തിലുള്ള പ്രകൃതിക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ കണ്ടെയ്നറിന്റെ ഉള്ളിലുള്ളത്. നിലവിൽ 25ലധികം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് എന്നുള്ളതാണ് നിഗമനം. അത് തെക്ക് കിഴക്കൻ ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് കരയിലേക്ക് വരാനുള്ള ഒരു സാധ്യത 3 ദിവസമെങ്കിലും ഈ കണ്ടെയ്നറുകൾ കടലിലൂടെ സഞ്ചരിക്കും എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിവരം. നിലവിൽ കണ്ടെയ്നറിന്റെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായിട്ട് നാവികസേനയും കോസ്റ്റ് ഗാർഡും നടത്തുന്നുണ്ട്. 2 ഡോണിയർ വിമാനങ്ങൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. കൂടുതൽ തീപിടുത്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അധികൃതർ മുന്നിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കപ്പലിന്റെ അടുത്തേക്ക് പോയി തീ അണയ്ക്കാനുള്ള ശ്രമം വലിയ ശ്രമകരമായിട്ട് ദുഷ്കരമായിട്ട് തന്നെ നിലനിൽക്കുന്നു. എന്തായാലും എത്ര നേരം കൊണ്ട്, അതായത് നമുക്കറിയാം ഈ 30 മണിക്കൂർ പിന്നിടുന്നു പറയുമ്പോൾ എത്ര നേരം കൊണ്ട് ഇനിയും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ളത് ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. അതിന് കാരണം കൂടുതൽ ഉഗ്രസ്ഫോടനത്തോടു കൂടി തീപിടുത്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയ വെല്ലുവിളി. നിലവിൽ കപ്പൽ ഏതാണ്ട് 15 ഡിഗ്രിയിലധികം ചെരിഞ്ഞിട്ടുണ്ട്. ഈ ചെരിവ് പരമാവധി നേരെയാക്കി അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ചെരിയാതെ കപ്പലിനെ നേരെ തന്നെ നിർത്തുക എന്നുള്ളത് കൂടി വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നു. ഒരുപക്ഷേ ഇത് പൂർണ്ണമായിട്ട് ചെരിയുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അതിപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടി അധികൃതർ കാണുന്നുണ്ട്. എന്തായാലും എത്രയും വേഗം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ കപ്പൽ രക്ഷിച്ചെടുക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ കപ്പലുകൾക്ക് ഒരു കപ്പൽ തീപിടിച്ചു കഴിഞ്ഞാൽ ആ തീ അണയ്ക്കാനുള്ള പൂർണ്ണമായ സംവിധാനങ്ങൾ എന്ന് വെച്ചാൽ വെള്ളമടിച്ച് അത് അണയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള കപ്പലാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 4ഓളം കപ്പലുകൾ ഈ ദൗത്യത്തിലുണ്ട്. ആ 4 കപ്പലുകൾ ഇത്രയും മണിക്കൂർ 24 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിട്ടും ഇത്രയും സമയം നോക്കിയിട്ടും ആ കപ്പലിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നിരാശാജനകമായ സംഗതിയാണ്. ഇപ്പോഴും കപ്പലിലെ തീ പൂർണ്ണമായും കെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അത് ആളിക്കത്തുകയാണ്. അതുകൊണ്ട് തന്നെ അതിനടുത്തേക്ക് പോകാൻ ഈ രക്ഷാപ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഈ നാവികസേനക്കോ കോസ്റ്റ് ഗാർഡിനോ കഴിയുന്നില്ല എന്നുള്ളതും ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. എന്തായാലും നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ MSC-LCയുടെ വിധി തന്നെയാണോ ഈ വാൻഹായിയെയും കാത്തിരിക്കുന്നത് എന്നാണ് ഈ രാത്രിയിലും നമുക്ക് പങ്കുവെക്കാനുള്ള ആശങ്ക. ഇനിയിപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് മാത്രമേ കപ്പലിന്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ.